കൈപ്പൻസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവരിപ്പോ ഈ മാസം 19-ാം തീയതി തിരിച്ചു പോവല്ലേ, തിരിച്ചു പോകും. അതിന് മുമ്പ് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാ. എനിക്ക് അല്ല, ഞാൻ അറിയത്തില്ല കേട്ടോ. വേണ്ടിയിരുന്നില്ല. എന്തായിരിക്കും എന്റെ റിയാക്ഷൻ? കുടിച്ചിട്ട് അഭിപ്രായമാണ്. എന്നോടൊന്നും തോന്നുന്നു. ചിലവർ ഇങ്ങനെ കമന്റ് അയക്കും, സ്വന്തം മോളെ പോലെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഒരാളെ പോലെ നിങ്ങളെ തോന്നാറുണ്ട്. ശുംഭുവിനെ ഭയങ്കര ഇഷ്ടമാ എന്ന് പറഞ്ഞ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് തോന്നുന്നുണ്ട്, കുഞ്ഞു പിള്ളേർക്ക്. പക്ഷെ അവനെ വീഡിയോയിലൊന്നും കിട്ടത്തില്ല. ഇങ്ങനെ നടക്കും. കല്യാണം കഴിഞ്ഞ ആ ഒരിടയ്ക്കൊക്കെ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഞാൻ പറയുമായിരുന്നു. അന്നേരം നമുക്ക് അത്രയും പക്വതയില്ല. ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കുമ്പോഴും നിങ്ങൾ അടികൂടുന്നൊന്നും കാണിക്കുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? നമ്മളെപ്പോഴും പോസിറ്റീവ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, നെഗറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. എന്റെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഒരു അലമ്പായിരുന്നു, ടെററായിരുന്നു. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. 4th ആനിവേഴ്സറിക്കാണെന്ന് തോന്നുന്നു മുടി തുടച്ചു കൊടുക്കുന്നത്, കുളിച്ചിട്ട് വന്നിട്ട്. അതൊക്കെ ഒത്തിരി പഴയതാ. അതെ, പക്ഷെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. എന്താണെന്നറിയോ, രാജേഷിന് ശരിക്കും അത് ചെയ്യാൻ അറിയില്ല. എന്തോ ഒരു ഓണപരിപാടിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തു. നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ തുടച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തുടച്ചു തന്നു തന്നു. അത് തന്നെ പ്രൊമോഷൻ അതിന്റെ കല്യാണം മുടക്കി. അല്ല, ഒരു പ്രാവശ്യം പെയിൻ വന്നിട്ടല്ലേ പോയത്? 6 പ്രാവശ്യം പെയിൻ വന്നിട്ടോ. പെയിൻ വന്നിട്ടുണ്ടല്ലോ പ്രാവശ്യം. ഒരു പ്രാവശ്യം എനിക്കൊന്ന് ബ്ലീഡിങ് ആയിട്ടും പോയി. എന്നിട്ട് ജസ്റ്റ് അഡ്മിറ്റ് ചെയ്തു. അവർ ഒബ്സർവ് ചെയ്യും, കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമ്മൾ ഓക്കെ ആണ്. അവിടെ വെച്ച് വീട്ടിൽ പറഞ്ഞു വിടും. എന്തായിരുന്നു ശരിക്കും അപ്പൊ അവസ്ഥ? ഓടിച്ചിട്ട് അടിക്കാൻ തോന്നിയോ? വർഷങ്ങളായിട്ട് ഞാൻ പുറകെ നടക്കുന്നത്, ഞാൻ മൂക്ക് കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മമ്മിയെ സമ്മതിക്കത്തില്ല, ഇച്ചു സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം ലീവിന് വന്നപ്പോ ഇച്ച കാത് കുത്തിട്ട് വന്നു. ഇച്ചയെന്നാണോ ഇച്ചു എന്നാണോ വിളിക്കുന്നത്? ഇച്ചായ എന്നുള്ളതിന്റെ ഷോർട്ടിൽ ഞാൻ ഇച്ചു എന്ന് വിളിക്കും, ഇച്ചാന്നും വിളിക്കും. എന്നെ ഹെയർ വാഷ് ചെയ്യാൻ പോയി. ഹെയർ വാഷ് ചെയ്യാൻ പോയപ്പോ അവൻ വിചാരിച്ച എന്നെ അകത്ത് പോയി കുളിക്കാൻ പോയാ. എന്നോട് പറഞ്ഞു, മമ്മി ഡാഡി ആ ഒരു ആന്റിയുടെ കൂടെ കുളിക്കാൻ പോയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നിയത് തന്നെ, ആ മൂക്കുത്തി ഇടുന്ന സമയത്ത് എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വീഡിയോ മതിയാക്കി. അത് എന്നെ കളിയാക്കി ഒരു ഭയങ്കരമായിട്ട്. പിന്നെ വെച്ചിട്ടിരുന്ന ഞാൻ കരയോ. ഇല്ല, അവിടെ വെച്ച് കട്ട് ചെയ്തു. അതാണ്. ഇപ്പൊ കൈപ്പൻസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവരിപ്പോ ഈ മാസം 19-ാം തീയതി തിരിച്ചു പോവല്ലേ, തിരിച്ചു പോകും. അതിന് മുമ്പ് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാ. അപ്പൊ UK ഇവര് ഉണ്ടാക്കിയ കുറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര റീച്ച്. ഇപ്പൊ ഇവര് വന്നിറങ്ങിയതിന് ശേഷം നിങ്ങളുടെ വീഡിയോസിന് ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഒത്തിരി പ്രതീക്ഷയാണല്ലോ, നമ്മുടെ നാട് എന്താണെന്നുള്ളത്, വീട് എന്താണെന്നുള്ളത്, വീട്ടുകാരെന്താണെന്നുള്ളത്. അപ്പൊ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണുന്നത്. നമ്മുടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാമിലീസാ കാണുന്നത്. നാട്ടിലുള്ളവരും പുറത്ത് താമസിക്കുന്ന മലയാളി ഫാമിലീസാ കാണുന്നത്. എന്നും ഇടുന്നു, അത്യാവശ്യം എല്ലാവരും തന്നെ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജേഷ് ഞാനും കൂടെ ഈ വീഡിയോയുടെ റീച്ചിന്റെ കാരണം അന്വേഷിക്കായിരുന്നു. സത്യത്തിൽ പിടികിട്ടിയിട്ടില്ല. എന്താ ശരിക്കും ഈ വീഡിയോയുടെ റീച്ചിന്റെ കാരണം? നോർമൽ ടോക്ക്. നമ്മളിപ്പോ സംസാരിക്കുന്നു, ഞാൻ ചേട്ടൻ സംസാരിക്കുന്നു, അതില് നോർമൽ ടോക്കിൽ അതെന്തൊരു തമാശ അല്ലെങ്കിൽ അതിൽ ചേട്ടൻ ചിരിക്കുന്ന അല്ല ഞാൻ ചിരിക്കുന്ന ഒരു കണ്ടന്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും വരും. ശരിക്കും നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ വരുന്ന കാര്യങ്ങളാ. അപ്പൊ നല്ല ഭംഗി തോന്നുന്നു. ഇല്ല, അന്നേരം നമ്മൾ അതൊന്നുകൂടെ റീടേക്ക് ചെയ്യും. അത് തന്നെ ആദ്യത്തിന്റെ അത്രയും വരത്തില്ലെങ്കിലും നമ്മൾ അതുപോലെ ആക്കി എടുക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നമ്മൾ അത് ഒന്നുകൂടെ റീടേക്ക് ചെയ്യും. നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഫുള്ള്. പക്ഷെ നമ്മൾ കാണുമ്പോൾ കറക്റ്റ് ലൈവ് പോലെയാണ് തോന്നുന്നത്. ഒരുപാട് ഗ്യാപ്പ് നമ്മൾ കൊടുക്കാറ്. അപ്പൊ തന്നെ എടുക്കും. അതാണ് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലായിരിക്കും. അത് കോസ്റ്റ്യൂം മാറി. അത് മോശമായി. നിങ്ങൾ ഇത്ര ഗെറ്റപ്പോടെ വരുമ്പോ ഞങ്ങൾ ഒരു ഗെറ്റപ്പും ഇല്ലല്ലോ. ഞങ്ങൾ വെറുതെ പോരുമായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഗെറ്റപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതല്ല, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്നില്ലേ, കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഓരോ പരിപാടിയായിട്ട് നിൽക്കുന്നില്ലേ? അതേപോലത്തെ അഞ്ജുനെയും രാജേഷിനെയും കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താല്പര്യം. കൈപ്പൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഐഡന്റിറ്റി. സാധാരണ
എവിടെ കുഞ്ഞുമണി വല്യമണിയൊക്കെ എവിടെ? എല്ലാരും അല്ലല്ല, അതിന് മുമ്പ് കുറച്ച് പേരൊക്കെ അവിടെ നിൽപ്പുണ്ട്, ഫ്രണ്ട്സ് ആണല്ലേ? ആ തിരുവനന്തപുരം എന്ന് തിരുവനന്തപുരം പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. ഇങ്ങോട്ട് വരുമോ? ഈ മനുഷ്യൻ നാണത്തോടു കൂടി പോകുന്നുണ്ടോ? തിരുവനന്തപുരത്തിന് വിളിച്ചു ചോദിക്കും. ഇവരൊക്കെ ഇവിടെ തന്നെയുള്ള കസിൻസും കൂടെ. കസിൻസ് പിള്ളേ നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇവരുണ്ടാവും. അതാണ്, നിങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് കൂടിയിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ? ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഈ വലുതിന്റെ പേരെന്തായിരുന്നു? മൂത്തവന്റെ പേര് റൂബേൻ. നമ്മള് ശുങ്കൂന്ന് വിളിക്കും, കുഞ്ഞുമണി ശുങ്കൂന്ന് വിളിക്കും. അതാണ് കറക്റ്റ് മനസ്സിലായില്ല. ഞാൻ ഇവിടെ എല്ലാരും അവനെ ജിംബ്രൂന്നൊക്കെ വിളിക്കുക. ഇച്ചു ആണ് ശുങ്കൂന്ന് വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവൻ പറയും എന്നെ ശുങ്കൂന്ന് വിളിച്ചാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടും വിളിച്ചിപ്പോ എല്ലാരും ശുങ്കുവായി. കുഞ്ഞുമണി വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞുമണി എന്ന് വിളിക്കുന്നോണ്ട് ആ ഒരു സ്നേഹത്തിൽ അവനെ വെല്ലുമണി എന്ന് ചുമ്മാ വിളിക്കുന്നയാ. ഉറക്കമാണ്. മമ്മിക്കൊന്നും വലിയ പരിചയമില്ല കേട്ടോ. ഇപ്പൊ എത്രയായി? 4 മാസം. 4 മാസമായി. കറക്റ്റ് 4 മാസമായി. ഇത് ബർത്ത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് റീച്ച് ഔട്ട് ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും പോയിട്ട് 6 പ്രാവശ്യം പോയി, വീണ്ടും തിരിച്ചു വന്നിട്ട്. അവിടെ അങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ അവിടെ പോയി നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആയിട്ട് വീട്ടിൽ വരാൻ പറ്റത്തില്ല. അവർ ആ ഒരു വീക്ക് കൊണ്ട് ആ ടൈം കൊണ്ട് കംപ്ലീറ്റ് ആവാതെ അവരൊന്നും ചെയ്യത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ചെയ്യും. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അതിന് ഉള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ചെയ്തില്ല. പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യോ അങ്ങനെ. ഒരു പ്രാവശ്യം പെയിൻ വന്നിട്ടല്ലേ പോയത്? 6 പ്രാവശ്യം പെയിൻ വന്നിട്ടോ. ഒരു പ്രാവശ്യം എനിക്കൊന്നും ബ്ലീഡിങ് ആയിട്ടും പോയി. എന്നിട്ട് ജസ്റ്റ് അഡ്മിറ്റ് ചെയ്തു. അവർ ഒബ്സർവ് ചെയ്യും കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമ്മൾ ഓക്കെ ആണ്. അവിടെ വെച്ച് വീട്ടിൽ പറഞ്ഞു വിടും. വീണ്ടും വീട്ടിൽ വന്നു ചൂടുവെള്ളത്തിൽ കുളിക്ക്, പാരസെറ്റാമോൾ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് വിടും. നിങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും ഇത് നമ്മള് വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ പ്രതീക്ഷയോടെ പോകുന്നത്. പക്ഷെ നടന്നില്ല. അവസാനം എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ. ശുങ്കു ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ, നിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞേ. എനിക്കറിയില്ല. രൂപൻ പേര്, പക്ഷെ വിളിക്കുന്ന കേട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ക്യാമറ കാണട്ടെ നിന്നെ. എന്താണ് ആണോ? ശുങ്കുവിന് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടി ചോദിക്കുന്നതാ. ശുങ്കു പുതിയ വാവ വരുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ നീ ഒരുക്കങ്ങൾ നടത്തിയ? പറഞ്ഞേ കേക്കട്ടെ. എല്ലാവരും മിങ്കിളാവാനല്ലേ? പക്ഷേ സ്ഥിരം വീഡിയോയിൽ വരുന്ന ആളാണല്ലോ, എന്നിട്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഫാമിലി ആവുമ്പോഴത്തേക്ക് പുതിയൊരാളെ കാണുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പിള്ളേർക്കും അങ്ങനെ ആണെന്ന് തോന്നുന്നു. ചില പിള്ളേർ പെട്ടെന്ന് എടുക്കും. ഇവ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇടിയായി അടിയായി പിന്നെ പിള്ളേരുടെ നോർമൽ. ഈ വീട് വെച്ചതിന്റെ വ്ലോഗും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം എല്ലാവരും സ്വീകരിച്ചതാണ്. നിങ്ങളെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കുക്കിംഗ് ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ എന്തായാലും പുതിയ ഒരു സാധനം കാണൂല്ലോ നമ്മള്. അപ്പൊ അത് പരീക്ഷിക്കണം എന്ന് ആഗ്രഹം. കുക്ക് ചെയ്യാൻ ഇഷ്ടമാ, അതുകൊണ്ട് ഓരോന്നിങ്ങനെ ഇരുന്ന് പരീക്ഷിക്കും. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. എന്തേലും കുക്ക്, അവന് ഭയങ്കര ഇഷ്ടം എന്തേലും കുക്ക് ചെയ്ത് കൊടുത്താ. അപ്പൊ അവന് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പരീക്ഷിക്കും. പൊതിച്ചോറ് അവൻ കഴിക്കാൻ എടുക്കുന്നത് വരെ ഞാൻ വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പൊതിച്ചോറ് കഴിച്ചിട്ട് അവൻ എന്താ അഭിപ്രായം പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാ. അല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല വേണ്ടാന്ന് പറയും. പക്ഷെ പൊതുവെ ഉണ്ടാക്കി കൊടുക്കണേ എല്ലാം തന്നെ കഴിക്കും. ചോറും കറികളൊന്നും വലിയ താല്പര്യം ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി എന്തും ഉണ്ടാക്കി കൊടുത്താൽ ആള് ഹാപ്പിയാ. എന്നിട്ട് അമ്മ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട്, ആ നാടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യുകെയിൽ പോയിട്ടുള്ള അനുഭവം പറയൂ. ഒറ്റ ബാക്കി പറഞ്ഞാൽ പറ്റില്ല. തണുപ്പൊക്കെ അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല, എന്നാലും പിടിച്ചു നിന്നു. അമ്മ വന്ന സമയം ഡെലിവറി സമയത്തായതുകൊണ്ട് കൂടുതൽ സമയം വീടിനകത്ത് തന്നെ ആയിരുന്നല്ലോ, പുറത്തൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ ചൂടായ സമയത്താണ് നമ്മൾ പുറത്തൊക്കെ, കുഞ്ഞിന്റെ 1 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അന്ന് ആ മമ്മിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. ഇനിയിപ്പോ വരുമ്പോഴായിരിക്കും മമ്മിക്ക് പ്രശ്നം വരുന്നത്. കാരണം തണുപ്പ് നാട്ടിൽ നിന്ന് വരുമ്പോ പ്രായമായ ആൾക്കാർക്ക് ഭയങ്കര നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇസ്രായേലായിരിക്കുന്ന സമയത്തല്ലേ രണ്ടുപേരും, ഒരാൾ സൗദിയിൽ നിന്ന് വന്നിട്ട് ഒരാൾ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുള്ളായിരുന്നു. രാത്രി എന്താ ശരിക്കും ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതല്ലേ? അറിഞ്ഞില്ലല്ലോ. അപ്പൊ എന്താ തോന്നിയ? 2 തല്ലു കൊടുക്കാൻ തോന്നിയാ? പറയാതെ വന്നോട്ടെ. അതെ, എന്തായിരുന്നു ശരിക്കും അപ്പൊ അവസ്ഥ? ഓടിച്ചിട്ട് അടിക്കാൻ തോന്നിയോ?
അന്നേരം ഒരു വെപ്രാളവും സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ ശരിക്കും മൂക്കൂത്തിയെ കുറിച്ച് ഞാൻ ആദ്യം ചോദിച്ച പോലെ ഈ മൂക്കൂത്താൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ട് അവിടെ ഇറക്കിയെങ്കിലും അതിന് ശേഷം സമ്മതിച്ചല്ലോ. പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കിയ അവസാനം? അല്ല, മൂക്ക് കുത്തി കഴിഞ്ഞ ഭയങ്കര വേദന, ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഓ, കളിയാക്കിയതാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു ഇല്ല, വർഷങ്ങളായിട്ട് ഞാൻ പുറകെ നടക്കുന്നത്, ഞാൻ മൂക്ക് കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മമ്മിയെ സമ്മതിക്കത്തില്ല, ഇച്ചു സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ ഒരു ദിവസം ലീവിന് വന്നപ്പോ ഇച്ച കാത് കുത്തിട്ട് വന്നു. ഇച്ചയെന്നാണോ ഇച്ചു എന്നാണോ വിളിക്കുന്നത്? ഇച്ചായ എന്നുള്ളതിന്റെ ഷോർട്ടിൽ ഞാൻ ഇച്ചു എന്ന് വിളിക്കും, ഇച്ചാന്ന് വിളിക്കും. ഇച്ചു എന്നാണ് ഞാൻ ഇച്ചു, കേട്ടത്. ഇച്ചു അല്ലെങ്കിൽ ഇച്ചാന്ന് വിളിക്കും. വിളിക്കുമ്പോ ഇച്ചാന്ന് പറയും, വിളിക്കും പറയുമ്പോ ഇച്ചു എന്ന് പറയും. അപ്പൊ വന്നു ഇടയ്ക്ക് ഡാഡിയായി. അപ്പൊ അതിന്റെ ബാക്കി മൂക്കുത്തി. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്നെ കടയിൽ എന്നെ ഹോസ്പിറ്റലിൽ എന്തോ പോയിട്ട് വന്നപ്പോ വാ കുത്തിയേക്കാന്നും പറഞ്ഞു കൊണ്ടുപോയതാ. കുത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ട, പിന്നെ നിർബന്ധിച്ച് കുത്തിച്ചു. പക്ഷെ വേദനിച്ചു, നല്ല വേദനിച്ച് ഞാൻ കരഞ്ഞു. വേദനിച്ചപ്പോ കളിയാക്കിയത് കൊണ്ടാണ് ഫീൽ അടിച്ചത്. അല്ലാതെ ഫീലിങ്സ് കളിക്കില്ലേ? അതെ അതെ, ഞാൻ അപ്പൊ പറഞ്ഞു വാൺ ചെയ്തു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പഞ്ച് ഡയലോഗ്. എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കല്ലേ. അപ്പം മതിയേക്ക് പോയി ഭയം അളിയൻ അപ്പൊ തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ ആരാണ് പവർഫുൾ ആയിട്ടുള്ള ആള്. പക്ഷെ മതിയാക്കി പോയി. ഫെയർ ആയിട്ടാണ് അത് കാണിച്ചതുമില്ല, ബാക്കിയൊന്നും കാണിച്ചില്ല. ആ ഡയലോഗ് പറഞ്ഞു മതിയാക്കി. ഇത് കൂടുതൽ കാണിക്കുന്നത് മോശമാണെന്ന് മനസ്സിലാക്കി. അത് എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഈ ഇറച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു കറുപ്പിച്ച് ബീഫ് കറുപ്പിക്കുന്നില്ലേ, അതിന് പേരെന്താ? ബീഫ് കറുപ്പിച്ച് ഡ്രൈ ഫ്രൈ ചെയ്യുന്നത്. അത് പക്ഷെ നല്ലോണം ഡ്രൈ ആയി വരുമ്പോ കറുത്ത് വരും. അപ്പൊ നിങ്ങൾ കൊടുത്തിരുന്ന ടൈറ്റിൽ തന്നെ ബീഫ് കറുപ്പിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളത് കൊറേ നേരിട്ട് വരട്ടി വരുമ്പോ ഓ, അങ്ങനെ ആഗ്രഹപ്രകാരം ഇച്ചിന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോ അവളാ എനിക്ക് ഉണ്ടാക്കി തന്നത്. ആ ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ആരെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് പറയുന്നുണ്ട്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമാ. മമ്മി ഉണ്ടായില്ലല്ലോ അന്നേരം, അത്യാവശ്യം പറഞ്ഞതൊക്കെ ഉണ്ടാക്കി തന്നു. അല്ല, നമ്മൾ ഇവിടെ ആണെങ്കിൽ കുറെ ഈ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ UK ശരിക്കും എന്തൊക്കെയായിരുന്നു അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ? ഇവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്? ഇല്ല, മമ്മി വന്നു കഴിഞ്ഞപ്പോ മമ്മി ഉണ്ടായല്ലോ ആ ടൈമിൽ. അപ്പൊ മമ്മി കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ മറ്റേ നമ്മുടെ വേത് കുളിക്കുക, ആ പരിപാടി, അതിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ടാ മമ്മി വന്നു. ഫുള്ള് സെറ്റ് ആയിട്ടാ മമ്മി വന്നേ. അപ്പൊ UK അങ്ങനെയാണ് ചെയ്തത് സുഹൃത്തുക്കളെ? നമ്മള് മാത്രമല്ല, പൊതുവെ മലയാളീസ് എല്ലാം അങ്ങനെയാ ചെയ്യുന്നത്. ഓ, അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോ അതൊരു മോഡേൺ ആയിട്ടുള്ള രാജ്യമല്ലേ, അപ്പൊ അവിടുത്തെ ഫോളോ ചെയ്യാം. കൂടുതൽ അവിടുത്തെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. എന്നാലും നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയും മറ്റേ ആ സാധനങ്ങൾ ഇട്ട് ചെയ്യാറുണ്ട്. മിക്ക ഫ്രണ്ട്സ് ചെയ്യാറുണ്ട്, ചെയ്യാത്തവരും കാണും. നമ്മൾ ചെയ്തു. അപ്പൊ ഡോക്ടറൊക്കെ എന്തായിരിക്കും? അവരൊന്നും ഇതാക്കിയൊന്നുമില്ല, നമ്മള് നമ്മുടേതായ രീതിയിൽ ചെയ്തു, അത്ര മാത്രം. അവിടെ അവരൊന്നും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് എല്ലാരും പുറത്തു പോകുന്നു. അവിടെയൊക്കെ അങ്ങനെയാ. നമ്മളെ പോലെ കിടക്കണം, 9 മാസം വരെ ലീവ് കിട്ടും. എനിക്ക് നമ്മുടെ ചേട്ടന്റെ അമേരിക്കയിലുണ്ട്, ഫാമിലീസ് ഒക്കെ അവിടെയാണ്. അന്നേരം അവിടെ 1 മാസമേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞ് ജോലിക്ക് പോവാണ്. ഈ പറയുന്ന ചിലര് പറയും 56 ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത്. അത് പുറം രാജ്യങ്ങളിൽ നടക്കത്തില്ല. നമ്മുടെ വീടിക്കകത്ത് ചിലതിനകത്ത് കമന്റൊക്കെ നമ്മൾ പുറത്ത് വെയിൽ കൊള്ളാൻ ഇറങ്ങുകയാണ്, ഇപ്പോഴും പുറത്തിറങ്ങരുത്, കൊച്ചിനെ പുറം കാണിക്കരുത്, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്ത് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇസ്രായേലിലെ വീഡിയോസിൽ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ പല സ്ഥലത്ത് പോയിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര കാണിച്ച വാഴക്കൃഷി ഇത് അങ്ങനെയാണോ എന്ന് ഞാൻ പരിശോധിക്കുകയാണെന്ന്. വീഡിയോ ആ വാഴത്തോട്ടത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവുക. അതിൽ ചിലതിലൊക്കെ ഉണ്ടല്ലോ, നറേറ്റ് ചെയ്യുമ്പോൾ പുള്ളിയുടെ നറേറ്റർ പറയും പോലെ പറയാൻ ശ്രമിക്കുക. ഒരു ഇൻസ്പിറേഷൻ ആണ്. ചിലതൊക്കെ നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്. അല്ല, സന്തോഷ് ചേട്ടൻ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇത്തരം വീഡിയോസിന്റെ. സന്തോഷ് ചേട്ടൻ അങ്ങനെ കുറച്ച് ബ്ലോഗർമാര് നമ്മളിത് ചെയ്യുമ്പോൾ അത് കൊള്ളാം, അങ്ങനെ ഒരു കണ്ടന്റ്, അതിന് കുഴപ്പമില്ല, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. കുറെ സമയമായിട്ട് നിൽക്കുന്നുണ്ട്, ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കൈപ്പൻസ് ബ്ലോഗിലെ ഫുൾ ടീമിനെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഹായ് ഹായ് പറയൂ, ഫുൾ ടീം ഹായ് പറയൂ. ഇപ്പൊ ഉറപ്പ് എണീച്ചതേ ഉള്ളൂ. ഇവിടെ എന്താ നടക്കണേ വല്ലതും അറിയുന്നുണ്ടോ? വല്ലതും അറിയണുണ്ടോ? ഇന്റർവ്യൂലാണ് ഇരിക്കണേന്ന് അറിയാവോ?
ഇന്റർവ്യൂ ആണത്. ആ കൊള്ളാന്ന്, ഇന്റർവ്യൂ ആണ്. എന്റെ അനുവാദം ആ ഈ സെറ്റപ്പ് കൊള്ളാന്ന്. ഫുള്ള് ലൈറ്റ്. കുഞ്ഞുമണിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുമണി നോക്കുമ്പോ ഫ്രണ്ടില് ലൈറ്റ്. അതെ അതെ അതെ, അതാണ് രസമുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിന്റെ ശരിക്കുള്ള ഭാവം തന്നെ കാണിക്കുന്നോണ്ടായിരിക്കും അല്ലേ കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞേ, നമ്മുടെ ഡിസ്കഷനിൽ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ നമ്മുടെ കണ്ടന്റുകൾ. അത്രയും ലൈറ്റ് ആയിട്ടുള്ള സാധനം മതി. അത്രയും മതി, നമ്മുടെ ഒരു സ്പാർക്ക് മതിയല്ലോ. അതെ അതെ അതെ. ആ ഒരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോമൺ ലൈഫാണല്ലോ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ ആയതിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? അവിടെ അതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രത്യേകത അവിടെ ഉണ്ട്. നമ്മളെ അവിടുത്തെ ഒരു രാജ്യത്തിന്റെ ഒരു ആ ഒരു രീതിയിലാണ് നമ്മൾ അവിടെ ജീവിക്കുന്നത്. ഇനി അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ബാക്കി സംസാരിക്കണം. ഒരാള് ഹലോ, ഒച്ച ഉണ്ടാക്കരുത് പ്ലീസ്. നോക്കുക ക്യാമറ തന്നെ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ താൻ ആരുവേ ചോദിക്ക്. ശരിക്കും നിങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു വീഡിയോ 4th ആനിവേഴ്സറിക്കാണെന്ന് തോന്നുന്നു മുടി തുടച്ചു കൊടുക്കുന്ന കുളിച്ചിട്ട് വന്നിട്ട്. ഒത്തിരി പഴയതാ. അതെ, പക്ഷെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. കാരണം അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. എന്താണെന്നറിയോ, രാജേഷിന് ശരിക്കും അത് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത് ചെയ്യാൻ അറിയില്ല, ഇത് പഠിക്കാൻ. പക്ഷെ എനിക്കൊക്കെ അറിയാം, ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സംഭവം, പ്രോസസ്സ് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടില്ലല്ലേ ഇങ്ങനെ മുടി തുടച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ ഇതാക്കുന്നില്ല. അന്ന് എന്തോ ഒരു ഓണപരിപാടിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തു. എനിക്ക് നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ തുടച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തുടച്ചു തന്നു. പക്ഷെ മര്യാദക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു. ഇത് ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കുമ്പോഴും നിങ്ങൾ അടി കൂടുന്നൊന്നും കാണിക്കുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? നമ്മളെപ്പോഴും പോസിറ്റീവ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നെഗറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യം. അടിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ വീഡിയോയുടെ ഇടയിൽ അടിയൊന്നും കൂടൂലേ? വീഡിയോയുടെ അങ്ങനെ അടിയല്ല, ചെറിയ വഴക്കില്ലാത്ത ജസ്റ്റ് കുഞ്ഞു വഴക്കൊക്കെ കൂടും, അപ്പൊ തന്നെ തീരും. അല്ലാതെ അങ്ങനെ വലിയ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. അത് ശരിക്കും അമ്മയാണ് പറയണ്ട. അമ്മ ഇവർക്കിടയിലുള്ള അടിയൊക്കെ കട്ട് ചെയ്ത് കളയൂല്ലേ, സെൻസർ ചെയ്യൂലേ? അങ്ങനെയൊന്നും വലിയ അടിയൊന്നുമില്ല, ചെറിയ അടി. അങ്ങനെ പറയത്തില്ല. പറയത്തില്ല എന്ന് പറഞ്ഞു. അല്ലേ അല്ലേ മമ്മി, പറയത്തില്ലല്ലേ? ഹാപ്പി അല്ലേ മോനെ? ഓ ഹാപ്പി മാം. നമുക്കൊരു പോസിറ്റീവ് അതുകൊണ്ട് ഒന്നും നെഗറ്റീവായിട്ട് പറയില്ല. അതേ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് ആണ് ഇട്ട് തുടങ്ങിയത്, ഞാൻ കണ്ടായിരുന്നു. കുഞ്ഞിതല്ല, നമ്മള് ഷോർട്സ് നമ്മൾ ഇടാൻ തുടങ്ങിയത് UK വന്നിട്ടാണ്. ഇൻസ്റ്റയിലാണോ ശരിക്കും തുടങ്ങിയത്? യൂട്യൂബിലാണോ ശരി? തുടങ്ങിയത് യൂട്യൂബിലാ. അത് തുടങ്ങിയിട്ട് ഇപ്പൊ 4-5 വർഷമായി. ഇസ്രായേലിലുള്ളപ്പോ തന്നെ തുടങ്ങിയ ഇരുന്നപ്പോ ചുമ്മാ രസത്തിന് തുടങ്ങിയതാണ്. നമ്മുടെ ഒരു ബേസിക് നമ്മുടെ അവിടുത്തെ പ്രഷറാണ്. അവിടെ ഞാൻ ഇതുപോലെ ഇൻഫർമേഷൻ ലൈവ് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. UK വന്നിട്ട് ചെയ്യത്തില്ല, കാരണം നമ്മൾ പുതുതായിട്ട് പോകുമ്പോൾ നമുക്ക് സ്ഥലം അറിയത്തില്ല. നമ്മൾ റോങ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് പിന്നെ അത് നമുക്ക് നെഗറ്റീവ് ആവും. അതുകൊണ്ട് നമ്മൾ ആ UK വന്നിട്ട് ആ ഇൻഫർമേഷൻ പരിപാടിയൊക്കെ നിർത്തി. ഈ ഇസ്രായേലിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ആൾക്കാരുള്ള പരിചയവും എനിക്ക് ആ ഓരോ ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സും വെച്ചിട്ട് നമ്മൾ ലൈവ് വീഡിയോകൾ ഇടുമായിരുന്നു. അപ്പൊ നമുക്ക് അതിലൊരു അവിടെയുള്ള ആൾക്കാർ തന്നെ ഒരു ബേസ് ഗ്രൂപ്പ് ഫാമിലി, നമ്മളെ ഫാമിലി എല്ലാ ആൾക്കാരും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് നമ്മൾ പിന്നെ UK വന്നിട്ടാണെങ്കിലും ആ ഒരു സ്നേഹം ഒരു ബേസ് അവർ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അപ്പം മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡായി. ഈ സൗദിയിൽ നിന്ന് ഇപ്പൊ UK ജോലി ചെയ്യുന്നുണ്ടോ? രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ജോലി വിട്ടിട്ട് UK പോയി താമസിക്കാൻ തീരുമാനിച്ചതാണ്. ഇല്ല, ഇവിടത്തെ ജോലി വിട്ടിട്ട് UK പോയി, പിന്നെ അവിടുത്തെ ജോലി ഫാമിലിയായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. ഇസ്രായേലിലും ഇവിടെ മമ്മിയുടെ കൂടെ ആയിരുന്നു. അപ്പൊ നമ്മൾ 3 പേരും 3 സ്ഥലത്ത്, ഒരു ഫാമിലി ലൈഫ് ഇല്ല. അപ്പൊ നമ്മള് ഈ യൂറോപ്പ് കൺട്രിയിലോട്ട് എല്ലാ ആൾക്കാരും പോകുന്ന ഒരു ഫാമിലി ലൈഫ് നല്ലതാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പോകുന്നത്. മിഡിൽ ഈസ്റ്റില് ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്, എന്നാലും ഇവിടെ സൗദിയിൽ ഇച്ചിരി ഉള്ള ഏരിയയിലായിരുന്നു. സ്കൂളൊന്നും അങ്ങനെ നമുക്ക് അവനെ കൊണ്ടുപോയാലും സ്കൂളൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവിടെ അറബിക് സ്കൂളൊക്കെ ഉള്ളു, പിന്നെ ഇന്ത്യൻ സ്കൂളൊക്കെ റിയാദ അങ്ങനത്തെ ഏരിയയിലല്ലോ, പിന്നെ ഓപ്ഷൻ ഇല്ല നമുക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറും. അതേപോലെ ഈ കമന്റ്സ് ഒക്കെ വരുന്നത് വായിക്കാറുണ്ടോ? എങ്ങനെയാണ്? റിപ്ലൈ കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ നെഗറ്റീവിന് അങ്ങനെ വലുതായിട്ട് കൊടുക്കാറില്ല.
നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ടോ നിങ്ങളുടെ നെഗറ്റീവ് ഇല്ല നമുക്ക് ഓരോരുത്തരുടെ എന്റെ മൈൻഡ് കാഴ്ചപ്പാടല്ലല്ലോ. മൈൻഡ് എന്താ മമ്മിയുടെ മൈൻഡ് എന്താ ചേട്ടന്റെ മൈൻഡ് എന്താ പലരുടെയും പല അഭിപ്രായം അതിനിടയ്ക്കാണ് കയറിയത്. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെയാ. അപ്പൊ വന്നു പോകും. അവരുടെ അഭിപ്രായം പറയുന്നു. ഒരുപാട് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊന്നെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്താലേ അത്രേ ഉള്ളൂ. നെഗറ്റീവ്സ് നമുക്ക് കൂടാം. പോസിറ്റീവ് കമന്റ്സ് എന്തൊക്കെയാ അഞ്ചു വരുന്നത്? ഒത്തിരി നല്ല ഒരുപാട് പേര് നല്ല എന്താ കമന്റ്സ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം എന്തൊക്കെയാ പറയും? എന്താണെന്ന് അറിയില്ല. ചിലവര് ഇങ്ങനെ കമന്റ് അയക്കും, സ്വന്തം മോളെ പോലെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഒരാളെ പോലെ നിങ്ങളെ തോന്നാറുണ്ട്. നമ്മളിപ്പോ പുറത്തു പോയപ്പോഴാണെങ്കിൽ കുറെ പേരെ കണ്ടു. അപ്പൊ ഓടി വന്ന് സംസാരിക്കും, വേറൊരാളെ കാണുന്ന പോലെ ഇല്ല, നിങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളെ കാണുന്ന പോലെ. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല, എനിക്കും വരുമ്പോൾ ഫെമിലിയർ ആണ്. നിങ്ങൾ മുഖം പരിചയമുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചിരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ കാണുന്നവരാണല്ലോ എന്നുള്ളത്. ഡെയിലി നമ്മൾ ബ്ലോഗ് വീഡിയോ, ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മളൊരു വീട്ടിലെ ആളെ പോലെയാണ്. മനസ്സിലായി? നമ്മളിപ്പോ ഒരു വീട്ടിലെ ഒരാള് എന്നും മിസ് ചെയ്യാതെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സാധാരണ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് മിക്ക ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ UK-യിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളാണോ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലുള്ള വേറെ ഒരു ഇത് തോന്നുന്നത് അക്സെപ്റ്റൻസ് കൂടുതലാണ്. ഇന്ന കാര്യങ്ങൾ കാണിക്കാൻ പാടുള്ളൂ പാടില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞിനെ കാണുന്ന ഒരുപാട് പേര്. കുഞ്ഞ് ജനിച്ചത് മുതൽ വീഡിയോ വേറൊരു കുഞ്ഞു പിള്ളേരെ കാണുന്നവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് ശുങ്കുവിന് ഭയങ്കര ഇഷ്ടമാ എന്ന് പറഞ്ഞ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, കുഞ്ഞു പിള്ളേർക്ക്. അപ്പൊ അങ്ങനെ പക്ഷെ അവനെ വീഡിയോയിലൊന്നും കിട്ടത്തില്ല, ഇങ്ങനെ നടക്കുക ഇടയ്ക്ക്. അതുകൊണ്ട് അവൻ ഇപ്പൊ ഈയിടെയായിട്ട് വീഡിയോയിൽ ഒട്ടും കിട്ടാറില്ല. പക്ഷെ UK-യില് സ്കൂൾ ജോയിനിങ്ങിനൊക്കെ കുറെ പേര് അഭിപ്രായമൊക്കെ പറഞ്ഞിരിക്കുന്നത് അവനിപ്പോ അവിടെ ഇഷ്ടം. ഇവിടത്തെ പോലെ സ്കൂളിലെ പോലെ ആ ഒരു പ്രഷർ ഇല്ലല്ലോ അവർക്ക് പഠിക്ക്. അങ്ങനെ വേറൊരു ടൈപ്പ് വീട്ടിൽ വന്ന് പഠിക്കാനൊന്നുമില്ല, ബുക്സ് കൊണ്ടുവരാനില്ല, ഒന്നുമില്ല. അപ്പൊ അതിൻ്റെതായ അവിടെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ അവിടെ നിൽക്കുന്ന സമയത്ത് നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ ശരിക്കും നാട് എന്തായിട്ട് എങ്ങനെയാണ് നാട്ടിലേക്ക് ഓടി വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും? നമ്മളിപ്പോ പോയിട്ട് വലിയ ഞങ്ങളിപ്പോ 2-3 വർഷം ആവുന്നേ ഉള്ളൂ. മറ്റേ 10-15 വർഷം അത്രയൊക്കെ ഇതില്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാൻ പറ്റി. അതുകൊണ്ട് ഫാമിലി ഇവിടെ ഉണ്ട്. ഫാമിലി നമ്മുടെ കൂടെ അനിയനുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ടായിട്ട് നമുക്ക് വലിയ മിസ്സിങ് വരുന്നില്ല. എന്നാലും നാട്ടിലെ കൂട്ടുകാര്, വീട്, നാട് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കൂട്ടുകാരൊക്കെ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, കുടുംബമാണ് വലിയ സംഭവം, നമ്മൾ കാശൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം. സത്യമാണോ ഈ പറയുന്നേ? ഫാമിലിക്ക് വേണ്ടി കൂട്ടുകാരെ കാണുമ്പോ പോവോ ഫാമിലി ഇട്ടിട്ട്? അങ്ങനെയൊന്നുമില്ല, കൂട്ടുകാരുടെ കൂടെ പോവും. അത് ഇവിടെയും കുറച്ച് കൂട്ടുകാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ആണെങ്കിലും നല്ല കുറച്ച് ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ ഉണ്ട്. അഞ്ചു വഴക്കൊന്നും ഉണ്ടാക്കില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞ ആ ഒരിടയ്ക്കൊക്കെ മീൻസ് എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഞാൻ പറയുമായിരുന്നു. അന്നേരം നമുക്ക് അത്രയും പക്വതയില്ല. ഇപ്പം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നുമില്ല. ഫ്രണ്ട്സ് അതൊരു സൈഡ്, ഫാമിലി വേറൊരു സൈഡ്. അങ്ങനെ നമ്മള് എനിക്കൊന്ന് കൂടുതലും നമ്മള് ഫാമിലി എല്ലാരും കൂടെ, ഫ്രണ്ട്സ് കൂടുമ്പോ ഫാമിലി എല്ലാരും കൂടെ കൂടുന്നത്. അപ്പൊ അവരെല്ലാരും ഒരു സൈഡ്, നമ്മള് പെൺപിള്ളങ്ങളെല്ലാം കൂടി ഇരിക്കും. അപ്പൊ ആ ഒരു ഫീലിങ്സ് വരുന്നില്ല. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ 10-25 വയസ്സൊക്കെ അന്നേരത്തെ ചിന്താഗതിയല്ല. ഇപ്പൊ ഒരുപാട് മാറിയല്ലോ. ആ രഹസ്യം വീഡിയോയിലൊന്നും തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. ഉണ്ടല്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കഥ? ഞാൻ കേട്ടിട്ടില്ല. ആ കഥ കേൾക്കട്ടെ. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങള് സൂര്യകാന്തി പൂക്കൾക്കിടയിൽ 2 യുവമിഥുനങ്ങൾ ഒരാളെ കയ്യിൽ. അത് ഫോട്ടോഷൂട്ടാണോ? ലീവിന് വന്നപ്പോ വെറുതെ നമ്മള് കറങ്ങാൻ പോയപ്പോ വെറുതെ എടുത്തതാ. അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒത്തിരി ആയിട്ടുണ്ടാവും. അവന് 2-3 വയസ്സൊക്കെ ഉണ്ട് അന്നേരം. ഇസ്രായേലിൽ നിന്ന് വന്നപ്പോ എടുത്തത്. എങ്ങനെയായിരുന്നു കല്യാണം? പറയൂ. കല്യാണം ഞാന് കൽക്കട്ടയില് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇവള് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇവള് അവിടെ ജോയിൻ ചെയ്തു. പിന്നെ സംസാരിച്ച് 1-2 വർഷം ആരോടും പറയാതെ പ്രണയിച്ചു. പിന്നെ വീട്ടിൽ പറഞ്ഞു കല്യാണം. എങ്ങനെയാ വർത്താനം തുടങ്ങിയത്? എങ്ങനെയായിരുന്നു അഞ്ചു? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർത്താനമല്ല. നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ ചോദിച്ചു. ഓക്കെ, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടമാണ്, അങ്ങനെയല്ല ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞു. വീട്ടില് പറഞ്ഞു വീട്ടില് ആലോചിക്കാൻ സമയമാവട്ടെ എന്ന് പറഞ്ഞു.
കുഴപ്പമുണ്ടായില്ല. അല്ല എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. കറക്റ്റ് കഥ പറയൂ. ഇങ്ങനെ സീൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടത് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോ അവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഒരു അലമ്പായിരുന്നു, ഭയങ്കര മീൻസ് അങ്ങനെ ടെററായിരുന്നു, എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ ആളെ പരിചയപ്പെട്ടു, കൂട്ടായി, എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ എങ്ങനെയോ അടുത്ത് അങ്ങനെ പോയപ്പോ ഒരു ദിവസം അങ്ങനെ അറിയത്തില്ല. രാജേഷാണോ ശരിക്കും ഇനിഷ്യേറ്റീവ് എടുത്തത്? നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുക്കണമല്ലോ. എന്നിട്ട് എങ്ങനെയാ പോയി പറഞ്ഞു? അങ്ങ് ഫോൺ വിളിച്ച് അവിടൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മെസ്സേജ് ഫോണ് ഒരു 100 മെസ്സേജ് കാണാം, 100 മെസ്സേജ് തീരുന്ന വരെ മെസ്സേജ് അയച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് രാത്രി 12 മണിയാകുമ്പോൾ വീണ്ടും 100 മെസ്സേജ് കിട്ടും. ആ മെസ്സേജ് വീണ്ടും കണ്ടിന്യൂ കണ്ട് മെസ്സേജ് അയച്ച് ഒടുവില് ഞാൻ വർക്ക് ചെയ്ത ട്രാൻസ്പ്ലാന്റ് വാർഡിലായിരുന്നു, കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അവിടെ നമ്മൾ 3-4 ആൺപിള്ളേരേ ഉള്ളൂ, 10 ബാക്കിയെല്ലാം പെൺപിള്ളേരാണ്. അതിൻ്റെതായ ഒരു കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ അങ്ങ് വന്നുപോയി. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടിലും കുഴപ്പമൊന്നുമില്ല, 2 കൂട്ടർക്കും ആക്സെപ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായി വന്നു. ഇസ്രായേൽ കാണിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഭാഗമായിട്ട് കുറെ വീഡിയോസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പഠിക്കോ ഇല്ലെങ്കിൽ അവിടെ പോയി കണ്ട് മനസ്സിലാക്കിയോ? ഞാൻ കുറെ പ്രാവശ്യം സ്ഥലങ്ങളിലൊക്കെ പോയതാണ്. അന്നേരം അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുകയും പിന്നെ മറ്റുള്ള ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സിനോടും ഇതിന്റെ ഹിസ്റ്ററി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി പിന്നെ വീഡിയോ ചെയ്യുന്നത്. അല്ല, ഇപ്പൊ സന്തോഷ് ചേട്ടനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഹോംവർക്ക് നടത്താറുണ്ട്, ചെയ്യാറുണ്ട്. അത് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ്. അപ്പൊ ഒന്ന് പോയി ആദ്യം നമ്മൾ ഇവിടെ എല്ലാം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം പോയിട്ടുള്ളതാണ്. പിന്നെയാണ് നമ്മൾ വ്ളോഗിങ് സെറ്റപ്പിലോട്ട് പോയത്. അപ്പൊ അന്നേരം അതിനെ കുറിച്ച് പഠിച്ചു, അറിയാം, നമ്മുടേതായ രീതിയിൽ പറഞ്ഞു. നമ്മൾ വലിയ രീതിയിൽ ഹൈടെക് രീതിയിലൊന്നും അല്ല പറഞ്ഞു, നമ്മളെ ചെറിയ നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്ന വ്ളോഗുകളായിരുന്നു. അഞ്ജു ഇത് ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരു തമാശ പോലെ തോന്നിയിരുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കുറച്ചുകൂടെ കാര്യമായിട്ടല്ലേ കാണണേ അതിനെ വ്ളോഗിനെ? നമ്മള് നോർമലി ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു, നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം അത്. ഒരു ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഞാനൊരു ആർട്സിനോ അങ്ങനെയൊന്നും ചേരുന്ന ഒരാളല്ല. ഇത്തിരി ഇപ്പോഴാ ഇങ്ങനെ സംസാരിക്കും നന്നായിട്ട്, അത് പണ്ട് മുതലേ ഒരുപാട് സംസാരിക്കും. ആദ്യമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ നാണക്കേട്, ഞങ്ങൾ ഓപ്പോസിറ്റ്. അച്ചു അധികം സംസാരിക്കത്തില്ല, ഞാൻ പക്ഷെ ഭയങ്കരമായിട്ട് സംസാരിക്കും. പിന്നെ എടുത്തെടുത്ത് വന്നു കഴിഞ്ഞപ്പോ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ ഒക്കെ. ഇപ്പം വലിയ കുഴപ്പമില്ല. അമ്മ എങ്ങനെയാണ് ഇതിനെ നോക്കി കണ്ടത്? കുക്ക് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ലതായിട്ട് ചെയ്യും. അല്ല, വീഡിയോക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോ നമ്മളിത് പലതും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും അമ്മയോടെ കുക്ക് അതുകൊണ്ട് രാത്രിയൊക്കെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ 1 മണിക്കോ മറ്റോ ഒക്കെ ഇന്നിപ്പോ ഇവര് അപ്പോഴത്തെ ആയി 7 മണിയാകുമ്പോഴത്തേക്കായി. ഇന്നലെ 3 മണിക്കാ വന്നേ, അപ്പോഴത്തെ എന്നിട്ട് രാവിലെ ആയപ്പോഴത്തെ എല്ലാം ആയി. എത്ര മണിക്ക് ഞാൻ കിടന്നു വന്നു, അങ്ങോട്ട് കിടന്നിട്ട് ചിലപ്പോ 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് എനിക്ക് രാവിലെ എല്ലാം കുക്കിംഗ് എല്ലാം രാവിലെ കഴിയണം, അതാ എന്റെ ശീലം. മരിച്ചു പോയതാ, അപ്പൊ അതിനുശേഷം മമ്മിയാണ് നമ്മളെ നോക്കിയത്. അപ്പം കാര്യങ്ങൾ മോർണിംഗ് എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാം ഒതുക്കി പിന്നെ ജോലിക്ക് പോയി, പിന്നെ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. അതാണ് നമ്മുടെ എല്ലാം സാധാരണമാണ്. പിന്നെ പുതുതായിട്ട് നമ്മൾ എന്ത് കാണിച്ചാൽ അത് ബ്ലോഗിൽ കാണുമ്പോൾ ചില ആൾക്കാർ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും. നമ്മളിത് പുതുതായിട്ട് കാണുന്നതാണ്, അപ്പൊ അത് നമുക്കത് എല്ലാം പുതുമയാണ്. ആ പുതുമ അതേ രീതിയിൽ വീഡിയോ പകർത്തുന്നതാണ്. നമ്മൾ സാധാരണ നമ്മൾ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ച ആൾക്കാരെന്ന് പറയാം. അപ്പം മമ്മി കഷ്ടപ്പെട്ടു, അങ്ങനൊക്കെ ജീവിച്ചു വന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും അത് പുതുമയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു രാജ്യത്തോട്ട് പോകുക, അല്ലെങ്കിൽ പുതിയൊരു ഫ്ലൈറ്റിൽ കയറുന്നല്ല ട്രെയിനിൽ കയറുക, ആദ്യം നമ്മൾ പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ ചോദിക്കുമായിരുന്നു എവിടെയൊക്കെ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ, ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം ആഗ്രഹിച്ച ട്രെയിനിൽ കയറണം. അന്നേരം പിന്നെ പഠിക്കാൻ പോയതിനു ശേഷം പിന്നെ ട്രെയിൻ യാത്രയായിരുന്നു. പിന്നെ അതിന് ജോലി ആഗ്രഹിച്ചു, പുറത്തൊരു വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു, അതെല്ലാം പിന്നെ ഫ്ലൈറ്റിനകത്ത് യാത്രയായി. സമയമാകുമ്പോ എല്ലാം ആവുന്നു. അത് നമ്മള് ഇപ്പൊ ഈ വ്ളോഗ് ഉണ്ടായതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഇത് കാണിക്കുകയും ചെയ്യുന്നു. അതൊരു മറ്റുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആണ്. നമ്മളിപ്പോ നമ്മുടെ പണ്ടൊരു പ്രവാസി, ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അത് കണ്ടല്ലേ നമ്മൾ നമുക്ക് നാളെ അവിടെ പോകണം എന്നൊരു ആഗ്രഹം തോന്നുന്നതല്ലേ.
അതുപോലെ നിങ്ങൾ ഈ പുറത്ത് വെച്ച് കാണുമ്പോൾ എല്ലാവരും പുറത്ത് വെച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടും അടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ശരിക്കും ഉണ്ട്. അവർ ഓടി വന്നിട്ട് ഇന്ന ആളല്ലേന്ന് ചോദിച്ചു സംസാരിക്കുമ്പോ എന്താ പറയാ, ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നേ. നമ്മളെ ആർക്കും അറിയത്തില്ല, പക്ഷെ ഇപ്പൊ ആരെങ്കിലും അറിഞ്ഞിട്ട് എങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷമാണ്. നമ്മൾ അതിൽ അഹങ്കരിക്കുന്നുമില്ല, നമ്മള് സാധാരണക്കാരായ രണ്ട് മനുഷ്യര്, അത്രേ ഉള്ളൂ. അഹങ്കരിച്ചൊന്നുമില്ല, ജീവിതത്തെ അഹങ്കരിച്ചൊന്നുമില്ല. ഇല്ല, അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പോകണം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇരുത്തി സംസാരിക്കുന്നതിൽ വലിയ താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നടത്തിക്കോളൂ, ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തോളാം. അടുത്തുറങ്ങാനുള്ള സമയമായോ? അയ്യോ കുഞ്ഞുമണി, കുഞ്ഞുമണി പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. അടുക്കള മൊത്തം അലമ്പായിട്ട് നടക്കുന്നു. ഈ ശരിക്കും കുക്കിങ്ങില് രാജേഷിനെ കയറ്റി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ആക്ച്വലി ഉറപ്പല്ലേ? അമ്മ പറയട്ടെ. നമ്മള് പുറത്ത് ജോലി ചെയ്ത ആൾക്കാർക്കെല്ലാം അത്യാവശ്യം കുക്കിംഗ് അറിയാം, മിടുക്കുണ്ടാവും കുക്കിങ്ങിന്. അത് എല്ലാത്തിനും ഒറ്റ റെസിപ്പി ആയിരിക്കും. ചിക്കൻ വെച്ചാലും മീൻകറി വെച്ചാലും ബീഫ് വെച്ചാലും എല്ലാം ഈ റൈറ്റ് ഇല്ലാതില്ല, കറിവേപ്പില്ല. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കളർ വരും. അടിപൊളി. ടേസ്റ്റ് മാറുമെന്നറിയില്ല, ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഇടാം. പൊടിക്കല്ല, ചുമ്മാതെ ഒരു രസം. ഗ്ലാസ് എടുത്തോമ്മ. അല്ല, ഇത് പറഞ്ഞു പോരുന്നില്ല, ഞാൻ ഇത് പരീക്ഷണമൊന്നുമില്ല, ജസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ടേ ഇരുന്നു. അത് പരാജയമാണോ വിജയമാണോ നിങ്ങൾക്ക് അറിയാം? അത് വിജയാണോന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനത് ചുമ്മാതെ പുറത്ത് പോകുന്ന കാരണം ഇത് മിക്സിയിൽ നല്ലോണം ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് അടിച്ചിട്ട് ക്യൂബാക്കി. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തെങ്കിലും വെള്ളം എടുക്കുമ്പോ ഒരു കളറിന് വെറുതെ ഇട്ട് നോക്കാം, വിജയിക്കുവാണെങ്കിൽ വിജയിക്കാം. നോക്കാം സുഹൃത്തുക്കളെ, ഞങ്ങളാണ് ഗിനിപ്പന്നികൾ ഇന്നത്തെ. എന്റെ ഫുള്ള് പരീക്ഷണങ്ങളാണ്. ഈ ഉടുപ്പൊക്കെ ഇട്ട് ആദ്യമായിട്ടായിരിക്കും വിജയം. ഞാൻ മറ്റേ ജോസ് പ്രകാശിന്റെ അതുകൂടെ ഇല്ലല്ലോ, തണുപ്പല്ലേ. മറ്റേ തണുപ്പിന്റെ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ശീലമല്ലോ. ഇതാകുമ്പോ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് അതിന്റെ മേളിട്ട് ചെയ്തിട്ടുണ്ട് നടക്കുകയാണെങ്കിൽ പരിപാടി തീർന്നു. അതെവിടെ കിട്ടും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. മറ്റേ നൈറ്റ് ഡ്രസ്സിംഗ് ഗൗണ് ഇത് ഫ്ലോപ്പ് ആയെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട്. വിജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ, വിജയിച്ചിരിക്കുന്നു. ഇനി ഇട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണത്തിലിട്ട് കുടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അത് മതി. അതെന്തുവാ മേക്കപ്പിന്റെ അത് ആദ്യമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞേ, എല്ലാരും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന മറ്റേ അപ്പൊ എനിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ലോണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ അവിടെ മലയാളീസ് ഒന്നും ഇല്ലല്ലോ, ഞങ്ങള് പോയത് ഉണ്ട്, നമുക്ക് അറിയത്തില്ല. ഒരു യമനിയാ പുള്ളിക്കാരി എന്നെ പുട്ടി അടിച്ചു വിട്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കുളിക്കാൻ പോയതിന്റെ ഒരു വീഡിയോ മുടിവെട്ട് കടയിൽ പോയിട്ട് ഞാൻ മുടിവെട്ട്, അവിടെ സ്ത്രീകൾ മുടിവെട്ടുമല്ലോ, നമ്മള് മുടിവെട്ടാൻ പോയി. അവിടെ പോയി എന്നെ ഹെയർ വാഷ് ചെയ്യാൻ പോയപ്പോ അവൻ വിചാരിച്ച എന്നെ ഞാനും ആന്റിയുടെ അകത്ത് പോയി കുളിക്കാൻ പോയാ. എന്നോട് അമ്മി ഡാഡി ആ ഒരു ആന്റിയുടെ കൂടെ കുളിക്കാൻ പോയ. അത് ഭയങ്കരമായിട്ട് അത് നോർമൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇപ്പം പറഞ്ഞ ഇത് അത് ലൈവായിട്ട് കിട്ടിയ റീടേക്ക് ഒന്നും നമ്മൾ ഈ ഒരു മുടിവെട്ടിന്റെ കണ്ടന്റ് നമ്മൾ ഇടണല്ലോ, അന്നേരമാണ് ഇപ്പം പറഞ്ഞത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആൾക്കാരില് അത് ഞങ്ങൾ രണ്ടാമത് റീപോസ്റ്റ് ചെയ്തപ്പോഴും അതുപോലെ 2 വർഷം മുമ്പ് എടുത്ത വീഡിയോ അതുപോലെ റീച്ച് ആയി. മുടിവെട്ടുകാരാ ആ വീഡിയോയിലൂടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പുതിയ ഇരകളെ കിട്ടി. അങ്ങനെയല്ല, ഞാൻ ഇത്രേ കരുതിയോളൂ ഈ കളർ കിട്ടും എന്നുള്ളൊരു ഒറ്റ ഇത് കണ്ടല്ല, ടേസ്റ്റ് തിരുവനന്തപുരം ബാക്കി ഞാൻ രക്ഷപ്പെട്ടത് കണ്ടോ. ഞാൻ എന്റെ ചിന്ത ഇത് മാത്രമേ കളർ വരും മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ. ടേസ്റ്റിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. നാരങ്ങ വെള്ളത്തിന്റെ കൂടിയിട്ട് നാരങ്ങയുടെ ടേസ്റ്റ് അല്ലേ വരത്തുള്ളൂ, അത്രേ ചിന്തിച്ചോളൂ. ഇത് പച്ചവെള്ള, വേറെ ടേസ്റ്റ് ഒന്നുമില്ല, അപ്പൊ കുഴപ്പമില്ലായിരിക്കും. ഞാൻ തന്നെ നോക്കാം. കൊള്ളാം സുഹൃത്തുക്കളെ, കുഴപ്പമില്ല. അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. വെറുതെ എന്തിനാ നിങ്ങളെ നഴ്സിംഗിന് പോയതിനു ശേഷമാണ് കുക്കിംഗ് പഠിച്ചത്. എനിക്ക് പച്ചക്കറി അറിയാൻ പോലും അറിയത്തില്ല. വീട്ടില് മറ്റേ എന്തെന്നാ നമ്മള് വീട്ടിലൊക്കെ പറയത്തില്ലേ, തിരിഞ്ഞു കിടക്കുന്ന ഇലയെടുത്ത് കമത്തി ഇടത്തില്ല, അങ്ങനത്തെ ഇല്ലേ, അങ്ങനെയാ ചോറൊക്കെ വാരി തന്ന് അങ്ങനെയൊക്കെ കൂടെ. വേണ്ട,
ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയ്യോ അത് മോശമാണ്. പരീക്ഷ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശമല്ലേ? കുഴപ്പമില്ല. ഇവരെയൊക്കെ പരീക്ഷിക്കാം, നിങ്ങളെ പരീക്ഷിക്കുന്ന മോശം. 2-3 എണ്ണത്തിലിട്ട് പരീക്ഷിച്ച് നോക്കണം. വേണ്ടമ്മേ, എനിക്ക് പേടിയാ. ഇത് ആത്മവിശ്വാസം കളയരുത് അഞ്ജു. അല്ല, ചേട്ടന് കൊടുക്കാതെ ഞാൻ എല്ലാ എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഇല്ല, ഞാൻ ഇത്രയും നിർബന്ധിച്ച കാരണം ഞാന് ചേട്ടന് തന്നെ പരീക്ഷിക്കാം. ഞാൻ തന്നെ ബാക്കിയുള്ള ബലിയാടായിരിക്കാം. കുഞ്ഞാടുകളെ ഞാൻ ഇരയാക്കുന്നില്ലെന്ന് എനിക്ക് അല്ല, ഞാൻ അറിയത്തില്ല കേട്ടോ. ഷോ, വേണ്ടിയിരുന്നില്ല. എന്തായിരിക്കും എന്റെ റിയാക്ഷൻ? കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയാം. വേറൊന്നുമില്ല, ജസ്റ്റ് ഇത്തിരി നന്നായിട്ട് കലങ്ങട്ടെ. കലങ്ങട്ടെന്ന് അശോകന് കലക്കി പറഞ്ഞു. കലങ്ങി തോന്നുന്നു. ഇവിടെ അടുക്കള വെച്ച് അഞ്ജു പരീക്ഷിക്കാൻ തന്നൊക്കെയാണ് കുടിച്ചിട്ട് അഭിപ്രായം പറ. എന്നോടൊന്നും തോന്നുന്നു. ഒരേയും കൂടെ ഞാൻ കുടിച്ചു നോക്കട്ടെ. എന്റെ മാതാവേ, അത് വേറൊന്നുമില്ല, നാണക്കേടാവരുത്. ഏയ് കുഴപ്പമില്ല. ഞാൻ ഈ കളർ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇനി അങ്ങനെ പറഞ്ഞേ പറ്റൂ. അങ്ങനെ അഞ്ജുവിന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കളർ ഈ മുഖത്ത് കാണുന്ന യഥാർത്ഥ ചിരിയാണ്, ഉണ്ടാക്കിയതല്ല. സീരിയസ് നല്ലത്. അപ്പൊ എടുത്ത എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കും. ഞാൻ അറിഞ്ഞത് എല്ലാവരും അറിയട്ടെ. ഇതാണ് അളിയൻ. എന്റെ ഒരേ ഒരു ആങ്ങള, ഒരേ ഒരു ആംഗിളയാണ്. അളിയൻ സ്റ്റിൽ സിംഗിൾ ആട്ടോ. അത് തന്നെ. പ്രൊമോഷൻ അതിന്റെ ഇടയ്ക്ക് അളിയന്റെ കടമ അളിയൻ ചെയ്തിരിക്കുകയാണ്. അളിയൻ എവിടുന്നെങ്കിലും ഒരാളെ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരും. പെങ്ങൾ അത്രേ കൊടുക്കും. മോശമാണ്. കല്യാണം മുടക്കി അല്ലേ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പാവം വേദനിക്കുന്ന ഹൃദയമാണ്. കണ്ടാ, അളിയനെ മനസ്സിലായി അളിയന്റെ വേദന. ഞാൻ കല്യാണം ഒന്നും മുടക്കിയിട്ടില്ല. സീരിയസ്ലി അല്ല, ഒരാക്കടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവളെ കൊണ്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അടിച്ചിറക്കിവിടുമെന്ന് പറഞ്ഞു. ഒരാളുടെ കാര്യം പറഞ്ഞു. ഒരാളുടെ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് അയാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു പുറത്താക്കും. വേറെ ഒന്നും അത് മാത്രം. വേറെ ആര് വേണേലും കൊണ്ടുവരുന്നത് ഞാൻ കയറൊന്നുമില്ല. ആ ഒരാളുടെ കാര്യം മാത്രം. ബാക്കി ആരാണേലും നോ പ്രോബ്ലം. നമുക്ക് വീഡിയോയിൽ കൂടെ എന്തെന്ന് അത് അതിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് വരുന്നത് മോശമല്ലേ പറയുന്നത്? എന്തോ പറഞ്ഞായിരുന്നു? വേണ്ട അത് പറയണ്ട. അല്ല, വേറെ അങ്ങനെ മോശപ്പെട്ടൊന്നല്ല. എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോ ആർക്കും വേണ്ടി കാത്തിരിക്കുന്ന എന്തോ ഞാൻ എത്രയോ പേർക്ക് വേണ്ടി കാത്തിരുന്ന ആളാ, നിനക്ക് വേണ്ടി മാത്രല്ല എന്ന് പറഞ്ഞു. കഥകൾ വേറെ അല്ല ആ ആടെ കാര്യം. അതുകൊണ്ട് ആളെ വിളിച്ചിട്ട് വരരുത് ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരാളാ, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേറെ ആരുടെ അത് അളിയൻ പോയിട്ട് അളിയന്റെ അടുത്ത് സങ്കടം പറഞ്ഞു. അതാണ് അളിയന് ഉള്ള കൂട്ടത്തിൽ കൂടെ അത് തന്നെ. ഞങ്ങള് സിംഗിളാണ്. സിംഗിൾ റെഡി ടു മിംഗിൾ. കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് എല്ലാവരും. ഇതൊക്കെ ഇത് കണ്ടിട്ട് ആരേലും അല്ല ചേട്ടനാണ്. ആദ്യമായിട്ടാണ് ഇത്ര ഒരുക്കത്തോടു കൂടി ഇങ്ങനെ കൊണ്ടുപോണത്. സാധാരണ ഇങ്ങനെ കാണാറില്ല. ഇല്ല സാധാരണ നമ്മളെ വീട്ടിലൊക്കെ അതുപോലെ അത് തന്നെ. ഇതെന്തുവാ ഇവർക്ക് കൊടുത്തില്ല. ഹായ്, പരീക്ഷണമൊന്നുമില്ല. നാരങ്ങ വെള്ളത്തില് ജസ്റ്റ് അതിൽ ഉപ്പൊന്നുമില്ല. ഉപ്പുണ്ടോ മമ്മി? നാരങ്ങ വെള്ളത്തില് ചെറിയ ജ്യൂസിൽ ഉപ്പ്. അപ്പൊ പരീക്ഷണം വിജയിച്ച പാളിയോ? പാളി. അഞ്ജുന് പാളി. സാരില്ല.